ഹായ് ഹലോ. അപ്പോൾ ഓണം റിലീസിന് വന്ന ഖലീഫ ഇന്നത്തെ വിഷയമാണ്. പടം പൃഥ്വിരാജ് നായകൻ. സൂപ്പർ പടമാണ്. ധൈര്യത്തിൽ പോയി എല്ലാവരും കണ്ടോളി. തിയേറ്ററിൽ പോയി കാണേണ്ട പടമാണ്. OTT റിലീസിനൊന്നും ആരും വെയിറ്റ് ചെയ്യേണ്ട, അത്രയ്ക്ക് സൂപ്പറാണ്. അപ്പോൾ പറയാൻ വന്നത്, നമ്മൾ പടത്തിൻ്റെ ഇതേപോലെ റിവ്യൂ ഒന്നും പറയലില്ല, പക്ഷേ ഞാൻ ഒരുപാട് മോശം റിവ്യൂ കണ്ടു. അപ്പോൾ അതിനെതിരെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അശ്വന്ത് കൊക്ക്, അതേപോലെ ഒരുപാട് ഇങ്ങനത്തെ മോശം റിവ്യൂ പറയുന്ന ആളുകളെ ഞാൻ വീഡിയോ കണ്ട്. പക്ഷെ അവരൊക്കെ പടത്തിനെ തകർക്കാൻ വേണ്ടി ഡീഗ്രേഡ് ചെയ്തതാണ്. പടം 5 ഔട്ട് ഓഫ് 4 എന്തായാലും ഉണ്ട്. അഥവാ 5 സ്റ്റാർ റേറ്റിങ്ങിൽ 4 സ്റ്റാർ റേറ്റിംഗ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ധൈര്യത്തിൽ പോയി കണ്ടോളി. സൂപ്പർ പടം എന്ന് പറഞ്ഞാൽ സൂപ്പർ പടമാണ്. പിന്നെ അതിൽ ഒരുപാട് രാഷ്ട്രീയം പറയുന്നുണ്ട്, പൊളിറ്റിക്സ് ഉണ്ട്. അപ്പോൾ അതായിരിക്കും ഒരുപാട് പേർക്ക് അത് ഇറിറ്റേഷൻ ഉണ്ടാക്കിയിട്ടുണ്ടാകുക. അപ്പോൾ മാക്സിമം എല്ലാവരും കാണുക. നല്ല കിടിലൻ പടം. ഇന്നൊക്കെ തിയേറ്ററിൽ അത്യാവശ്യം ആളുകളുണ്ട്. അപ്പോൾ പടം ഇവർ അശ്വന്ത് കൊക്ക് മുമ്പ് വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞ ഒരു പടം റിവ്യൂ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാകും. വളരെ മോശം പടം എന്ന് പറഞ്ഞാൽ 5 ഔട്ട് ഓഫ് 2 റേറ്റിംഗ് മാത്രം കൊടുക്കാൻ പറ്റുന്ന ഒരു പടം. സൂപ്പർ പടം എന്ന് പറഞ്ഞ് അതിന് ഒരു നെഗറ്റീവും പറയാതെ കിടിലൻ പടമാണെന്ന് പറഞ്ഞ് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് തിയേറ്ററിലേക്ക് ഈ റിവ്യൂയുടെ അടിസ്ഥാനത്തിൽ തിയേറ്ററിൽ പോയി ഒരുപാട് ആളുകൾ പോയിട്ടുണ്ട്. അന്ന് നിവിൻ പോളിയുടെ സ്ക്രീൻ പ്രസൻറ്റ് മാത്രമാണ് കുറച്ച് മികച്ചു നിന്നത്. ബാക്കി ധ്യാൻ അതിൽ 70 വയസ്സുകാരനായിട്ടാണ് ധ്യാൻ അഭിനയിച്ചിട്ടുള്ളത്. പക്ഷേ 35 വയസ്സുകാരൻ്റെ തലയിൽ മൈദപ്പൊടി വിതറിയിട്ട് ധ്യാൻ വന്നത് എല്ലാവർക്കും മനസ്സിലാവും. ഇത് 70 വയസ്സുകാരൻ്റെ ബോഡി ലാംഗ്വേജ്. 70 വയസ്സുകാരൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മോഡിനൊക്കെ എടുത്ത് നോക്കിയാൽ മതി. അപ്പോൾ മനസ്സിലാവും 70 വയസ്സുകാരൻ എത്രത്തോളം ഹെൽത്തി ആയിരിക്കും എന്നൊക്കെ. പിന്നെ എല്ലാം അപ്പോൾ ഡീഗ്രേഡ് അത് സൂപ്പറാണെന്ന് പറഞ്ഞ ആളാണ് ഇത് മോശം പടമാണെന്ന് മാക്സിമം ഡീഗ്രേഡ് ചെയ്ത വ്യക്തിയാണ് അശ്വന്ത് കൊക്ക്. അവൻ്റെയൊക്കെ റിവ്യൂ കണ്ടിട്ട് സിനിമ കാണാതിരുന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്കാണ് നഷ്ടം. ഓക്കെ, എല്ലാവരും പോയി പടം കാണുക.